മാനു ഫുഡൊക്കെ എങ്ങനെയുണ്ട്? എന്തിനാണ് ഉപ്പില്ലെന്ന് പറഞ്ഞേ? ചിക്കൻ കറിക്ക് ഉപ്പില്ലെന്ന് കേട്ടോ, കാരണം നോമ്പല്ലേ, ഉപ്പ് നോക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ നമ്മുടെ ഉമ്മാന്റെ സ്പെഷ്യൽ ലിവർ ഫ്രൈ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടൊക്കെ നല്ല മൊഞ്ചുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റൂലല്ലോ, നോമ്പല്ലേ. ഷേനക്കുട്ടി അങ്ങനെ പത്തിരിപ്പണി തുടങ്ങിയോ? പത്തിരിപ്പണി ചൂടുകൊണ്ട് കുഴക്കാൻ പറ്റുന്നില്ല. വരുന്ന ഒരു ഹെൽപ്പിന്? ഇല്ല ചെയ്തോളൂ. പത്തിരിക്ക് മാത്രം വിളിക്കുന്നത് കേട്ടോ, അറിയത്തില്ല. ഞാനേ കുക്കർ മാറ്റിട്ടോ, മറ്റേ കുക്കറിൽ വല്ലാണ്ട് അങ്ങ് അടിച്ചു പിടിക്കുന്നു. അങ്ങനെ ഞാൻ എന്റെ അലൂമിനിയത്തിന്റെ കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഷെഫ് ഇതേ ചിക്കൻ കട്ട് ചെയ്യുവാണ്. ഇനി ഇതേണ്ട നമുക്ക് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ കരള് കിട്ടിയിട്ടുണ്ടെന്ന്, ആടിന്റെ കരൾ. ഇനി ഈ കരളും കട്ട് ചെയ്യണം. അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് നമുക്ക് 6 കേട്ടോ. അപ്പോൾ 6ന്റെ വിശേഷങ്ങളാണ്. ഇന്ന് പത്തിരിയും ലിവർ ഫ്രൈയും അതുപോലെ കോഴിക്കറിയാണ് കേട്ടോ, ചിക്കന്. അപ്പോൾ ചിക്കൻ നോക്കുമ്പോൾ ചിക്കൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ചിക്കൻ വാങ്ങാൻ പോവാണ്. രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് അബ്ദുള്ള സ്കൂളിൽ നിന്ന് വന്ന് അബ്ദുള്ളയ്ക്ക് ചോറ് കൊടുത്ത് ഉറക്കി. അങ്ങനെ അബ്ദുള്ള നല്ല ഉറക്കമാണ് കേട്ടോ. ഇവിടെ 2 ദിവസമായിട്ട് നല്ല അടിപൊളി മഴയെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മാതിരി മഴയാണ്. മഴ ഉള്ളത് കൊണ്ടുണ്ടല്ലോ നോമ്പിന് ക്ഷീണമേ അറിയുന്നില്ല. അപ്പം നല്ലൊരു ക്ലൈമറ്റാണ്. നമ്മുടെ നാട്ടിൽ അതേ ഫീലാണ് കേട്ടോ. അപ്പം പക്ഷെ ചെറിയൊരു മഴ മതി, റോഡ് കംപ്ലീറ്റും ബ്ലോക്കാണ്. അങ്ങനെ നമ്മളിതേ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ ചിക്കന് വാങ്ങിച്ചുകൊണ്ട് വരാം. എന്നിട്ട് പത്തിരി ഉണ്ടാക്കണം, ലിവർ ഫ്രൈ ചെയ്യണം. അല്ലേ ശരി, നമുക്ക് കുറച്ച് ലിവർ ഫ്രൈ കിട്ടിയായിരുന്നു കേട്ടോ. അല്ല ലിവർ കിട്ടി, ഇനി ഫ്രൈ ആക്കണം. നമ്മള് അമാനും ഇല്ല, അമാനും എൻ്റെ ഫ്രണ്ടിനെ വീട്ടില. വൈകിട്ട് വരുമായിരിക്കും അല്ലേ? ഷോപ്പെത്തി. വീടിന് റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. നമ്മളിതേ മക്രോയിലെത്തി. അടുത്തുള്ള ഷോപ്പിംഗ് മാൾ ആണെങ്കിലും ഞാനങ്ങനെ വരാറില്ല കേട്ടോ. ഷെഫിയാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഷെഫിയോട് ഞാൻ പറഞ്ഞു ഷെഫി ഞാനും കൂടി വരുന്നത്. അപ്പോൾ ഷെഫിക്ക് അന്നേരം മനസ്സിലായി വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ, അല്ലാതെ ഞാനിങ്ങോട്ട് വരാറേ ഇല്ല. അങ്ങനെ ചിക്കൻ വാങ്ങി, പിന്നെ ഓറഞ്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് ഓറഞ്ച് വാങ്ങി, പിന്നെ ഇന്ന് അവക്കാഡോ ജ്യൂസ് അടിക്കാമെന്ന് കരുതി അവക്കാഡോയും എടുത്തു കേട്ടോ. അപ്പം ഇത്രയും സാധനം വാങ്ങിയുള്ളൂ, കാരണം അബ്ദുള്ള റൂമിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പൂസും ഇല്ല. അപ്പം സാധനം നമ്മളെ കണ്ടില്ലെങ്കിൽ നേരെ തൊട്ടടുത്ത റൂമിലോട്ട് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി ഇവിടുന്ന് ഇറങ്ങുവാണ്. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി. അല്ലേ ശരിയേ? എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ചിക്കൻ വാങ്ങാൻ പോയതാണ് കേട്ടോ. ചിക്കൻ അവിടെ ചെന്നപ്പം ചിക്കനും അവക്കാഡോ എല്ലാം വാങ്ങി. ഇന്നിനിയിപ്പം അവക്കാഡോ ജ്യൂസാണ്. നമുക്കിനി നേരെ അപായ മാറ്റിയിട്ട് കിച്ചണിൽ കയറാമേ. അങ്ങനെ ഞങ്ങൾ കിച്ചണിൽ വന്ന്, പിന്നെ അവർ സാധാരണ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ അവിടെ നിന്നാണ് കട്ട് ചെയ്ത് വരുന്നത് കേട്ടോ. പക്ഷെ ഇത്തവണ അവിടെ നിന്ന് കട്ട് ചെയ്തില്ല, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ റംസാൻ്റെ. അപ്പോൾ ഷെഫ് ഇതേ ചിക്കൻ കട്ട് ചെയ്യുവാണ്. ഇനി ഇതേണ്ട നമുക്ക് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ കരൾ കിട്ടിയിട്ടുണ്ടെന്ന്, ആടിന്റെ കരൾ. ഇനി ഈ കരളും കട്ട് ചെയ്യണം. അപ്പോഴത്തേക്കും ഞാൻ ഷെഫ് ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ താണ്ട ഉള്ളി സാമഗ്രികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. നിങ്ങളുടെയൊക്കെ നോമ്പിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് പറയണേ? നാട്ടിൽ നിന്ന് നോമ്പ് 5 അല്ലേ ശരിയേ? നമുക്ക് 6. നോമ്പ് 5-നായിരുന്നു. പിന്നെ വാപ്പാട് ഉമ്മ വലിച്ചാണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെ ഇന്നലെ യാസിനൊക്കെ ഓതണമായിരുന്നു. ഇന്ന് നാട്ടിൽ ഇന്നാണ് കേട്ടോ. ഒരു ദിവസത്തെ വ്യത്യാസം ഇല്ലയാ. ഒമാനും നാട്ടിലും സെയിം ആണ് അല്ലേ? പെരുന്നാൾ ചിലപ്പോ നാട്ടിലും നമുക്ക് ഒരുപോലെ ആയിരിക്കും പെരുന്നാൾ ഇല്ലേ? അല്ല, അങ്ങനെ ചാൻസ് കുറവല്ലേ? ആണോ? 28 ശരി, കട്ട് ചെയ്യുന്നോണ്ടാണ്, ആയുധം വെച്ച് കളിക്കുന്നോണ്ടാണ് ക്യാമറയെ നോക്കാത്തത് കേട്ടാ. കട്ടിങ്ങിന് ഭയങ്കര എക്സ്പേർട്ടാ. എനിക്ക് കട്ടിംഗ് ബോർഡിലൊന്നും വെച്ച് കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. കൈകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യും ഇല്ലേ? കൈകൊണ്ടൊക്കെ ഓക്കെ. കൈകൊണ്ട്, പക്ഷെ ശരി കൈകൊണ്ട് കട്ട് ചെയ്യൂല. ഞാൻ ഉള്ളിലേക്കാണ് പൊളിക്കട്ടെ. അങ്ങനെ നമ്മളിതേ കരള് വൃത്തിയാക്കി. ഇനി നമുക്കൊന്ന് കരള് വേവിച്ച ഒരു വെള്ളം കളയാട്ടോ, മട്ടൻ്റെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടി. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഞാൻ ഒന്ന് തിളപ്പിക്കട്ടെ. ഞാൻ വേണ്ട കരള് പെരിഞ്ചീരകവും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ തിളപ്പിച്ച് വെള്ളത്തിൽ കളഞ്ഞത്. ഇപ്പം എന്താ മസാല എല്ലാം ഇട്ടിട്ട് ഇതിന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. എനിക്ക് അറിയത്തില്ല എനിക്ക് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഞാനിപ്പോൾ ഉമ്മായി ഫോണിൽ വിളിച്ചിട്ട് ഇപ്പോൾ സെറ്റാക്കിയതാണ്. ഇതിന് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് പിന്നെ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വഴിച്ചിട്ട് അതിലോട്ടിട്ട് ഫ്രൈ ആക്കിയെന്ന് പറഞ്ഞു. നമുക്കതേ കുക്കറിലോട്ടിട്ട് കൊടുക്കാം.
ലിവർ കുക്കറിൽ ഒന്നും കൂടി വേവിക്കുവാണ് കേട്ടോ. മസാല പെരിഞ്ചീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ ലിവർ ഒന്നും കൂടെ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൊണ്ട് വഴറ്റിയെടുക്കണം. ആ വഴറ്റിയതിന് ശേഷം മറ്റേ ലിവർ റെഡി ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ പിന്നെ ആവശ്യത്തിന് കുറച്ച് മസാല എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി മസാല ഇതിലിടണം, അന്നേരം ഒരു ഫ്രൈയിലോട്ട് ഒന്ന് പിടിക്കത്തുള്ളൂ. നമ്മുടെ ലിവർ ഫ്രൈ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉമ്മാന്റെ സ്പെഷ്യൽ ലിവർ ഫ്രൈ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടൊക്കെ നല്ല മൊഞ്ചുണ്ട് തോന്നുന്നു, നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റില്ലല്ലോ, നോമ്പല്ലേ. ഷെഫിയെ കഴിച്ചിട്ട് എങ്ങോട്ടെന്ന് പറയാം കേട്ടോ. ഇഷ്ടപ്പെട്ടാ പിന്നെയും പറയാം. പിന്നെ ലിവർ എന്ന് പറഞ്ഞാൽ ഷെഫിക്ക് ഭയങ്കര പ്രാന്താട്ടോ. അല്ലേ, ലിവർ എപ്പോ മേടിച്ചോണ്ടെന്നാലും ഞാൻ എടുത്ത് കളയും. അടിപൊളിയില്ലേ, എന്ത് മൊഞ്ച്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നമ്മള് അടുപ്പിലോട്ടാക്കാൻ പോവാണേ. സത്യത്തിൽ ബീഫ് വാങ്ങണമെന്നായിരുന്നു കേട്ടോ. റെഡ് മീറ്റ് കൺട്രോള്, അതുകൊണ്ടാണ് ചിക്കനകത്ത് പോകുന്നത്. എന്നിട്ട് ഇന്നലെ ബീഫായിരുന്നല്ലോ. ഇന്നലെ ബീഫ് വാങ്ങിച്ചോ. ഇപ്പൊ ഇന്നും ബീഫ് വാങ്ങാൻ പറ്റൂലല്ലോ, ഇന്നിനി ചിക്കൻ. അത് പറ, എന്താ റെഡ് മീറ്റ് കൺട്രോള്. നമ്മുടെ ചിക്കൻ്റെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുവാണ്. ഞാനേ കുക്കർ മാറ്റിട്ടോ, മറ്റേ കുക്കറിൽ വല്ലാണ്ട് അങ്ങ് അടിച്ചു പിടിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അലൂമിനിയത്തിൻ്റെ കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കന് അങ്ങനെ മസാല ഇട്ട് ഇനി നമുക്ക് ചിക്കൻ റെഡി ആകുമ്പോഴത്തേന് അതുപോലെ പത്തിരി ഉണ്ടാക്കണം. 4:30 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് കയറണ്ടേ. ഇപ്പം 3:30 മണിയായി. ഫാസ്റ്റ് നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടോ. നമ്മുടെ പത്തിരി പൊടി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. പത്തിരി എല്ലാം പരത്തി വെച്ചിട്ടേ, ചൂടിടാൻ പറ്റുന്നില്ല, പരത്തി വെച്ചിട്ട് വന്നിട്ട് ചുട്ടെടുക്കാം അല്ലേ ശരിയേ. ഇപ്പൊ സമയമില്ലല്ലോ, സമയമില്ല. അപ്പൊ ഞാൻ പത്തിരിയുടെ പണി വേഗം ചെയ്യും. ഷേനക്കുട്ടി അങ്ങനെ പത്തിരി പണി തുടങ്ങിയോ? പത്തിരിപ്പണി ചൂടുകൊണ്ട് കുഴക്കാൻ പറ്റുന്നില്ല, വെറുതെ ഒരു ഹെൽപ്പിന്. ഇല്ല ചെയ്തോളൂ. പത്തിരിക്ക് മാത്രം വിളിക്കരുത് കേട്ടോ, അറിയത്തില്ല. 4:15 തോന്നുന്നു. ഇനിയിപ്പോ എന്തായാലും ഒറ്റയ്ക്ക് ചെയ്തോ, ഞാൻ പോന്നേ. വെച്ചിട്ട് വന്നിട്ട് റെഡിയാക്കാം. ഓക്കെ. ഞാനേ ഞാൻ പോയില്ല കേട്ടോ. എൻ്റെ പാർട്ട്ണറുണ്ട്, അപ്പൊ എന്നെ വിളിച്ചിട്ട് ചോദിച്ച് പിന്നെ എന്തായി കുക്കിംഗ് കഴിഞ്ഞോന്ന് ചോദിച്ചു. ഒരു നേപ്പാളിയാണേ. അപ്പോൾ ഞാൻ കുക്കിംഗ് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് സാരമില്ല, ഞാൻ സെറ്റാക്കിക്കോളാം, നീ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നോമ്പ് കുറിച്ചിട്ട് കയറിയാൽ മതി. ജോലിക്കൊക്കെ മനസ്സിലാക്കുന്ന പാർട്ട്ണറുണ്ട്, എന്ത് നല്ലതല്ലേ. അപ്പൊ ഞാൻ ഇനി ചെല്ലുമ്പം ഫുഡും കറികളും ഒക്കെ ആയിട്ട് പോകും കേട്ടോ. വലിയ ഇഷ്ടമാണ് കേരള സ്റ്റൈല് ഫുഡൊക്കെ. അപ്പം എൻ്റെ അടുത്ത് പറയാം നന്നായിട്ടൊക്കെ കുക്ക് ചെയ്ത് വെക്ക്, ഞാൻ വരുന്നുണ്ടെന്ന്. ഞാൻ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് കവർ ആകുമ്പോൾ പെട്ടെന്ന് പരത്തി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പറ്റൂല. അപ്പൊ ഇത് ഉമ്മാടെ ടെക്നിക്കാണ്. പ്ലാസ്റ്റിക് കവർ കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറേ ആക്കിയിട്ട് അതിൽ പരത്തി എടുക്കണം. പിന്നെ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒന്ന് ഒട്ടിപ്പിടിക്കും, അതിങ്ങനെ കറക്റ്റിലെടുത്താൽ മതി. പക്ഷെ നന്നായിട്ട് പരന്നു വരും കേട്ടോ. അതേ അപ്പൊ ഞാൻ വേഗം ഒന്ന് പരത്തി എടുക്കട്ടെ. പത്തിരി അങ്ങനെ പരത്തി എടുത്ത് കഴിഞ്ഞു കേട്ടോ. പൊടി തട്ടുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അമാനുമില്ല, അല്ലെങ്കിൽ പിന്നെ പൊടി തട്ടി തന്നേക്കാണ്. ഇന്നലെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു നോമ്പ് തുറ കേട്ടോ. അപ്പൊ അവിടുന്ന് ഇനിയിപ്പം തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ ഇനിയിപ്പോ ഇവിടെ എത്താറാവുമ്പം വിളിക്കും. അപ്പോഴത്തേനും ഷെവി പോയി എടുത്തോണ്ട് വരും. എന്തോ പറയാനോ, പോണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. പിന്നെ ഞാനുമായിട്ട് വഴക്കാം, പിന്നെ ഞാനൊന്നും പറയത്തില്ല. അപ്പൊ പോളാൻ പറഞ്ഞു. പൊടി തട്ടി ഇനിയിപ്പം പത്തിരി ചൂടണം. അവക്കാഡോ ഉണ്ട്, വാങ്ങിച്ചായിരുന്നല്ലോ. അപ്പൊ അതിന് ജ്യൂസ് അടിക്കണം. അവക്കാഡോ ഉണ്ട്, ജ്യൂസ്, ഇനി ഫ്രൂട്ട് കട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാ അതോടുകൂടി പണി എൻ്റെ കഴിഞ്ഞിരിക്കുവാണ്. പത്തിരി ഉണ്ടാക്കി വെച്ചപ്പോൾ ഷെവി പറഞ്ഞു കുറേ ഉണ്ടല്ലോ പത്തിരി എന്നിട്ട്. പക്ഷെ ഞാൻ പൊടി ഇട്ടപ്പം കുറച്ച് കൂടിപ്പോയി. സാരമില്ല, ഞാൻ പറഞ്ഞു ഷെവിക്ക് നാളെ ഞങ്ങളുടെ ഓഫാണ്. അപ്പൊ ഷെവിക്ക് നാളെ ഒരു നോമ്പ് തുറയുണ്ട്, പിന്നെ ഏതോ ഒരു ചാരിറ്റി കേട്ടോ. അപ്പൊ ഷെഫി അവിടെ പോവാണ്.
അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മാനും അബ്ദുള്ള എല്ലാം പോകുന്നുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഷെബിയെ, അധികം വരുന്ന പത്തിരി ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു. വേണ്ട, ഇത്രയും പത്തിരി ഉണ്ട്. അപ്പം ഞാൻ പത്തിരി ചുട്ടെടുക്കട്ടെ. നമ്മുടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുവാണേ. പത്തിരി അങ്ങനെ റെഡിയായി. ഞാൻ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മുടെ ജ്യൂസ് എല്ലാം റെഡിയായി. അവക്കാഡോൻ്റെ ജ്യൂസായിരുന്നേ. ഞങ്ങൾ നോമ്പ് കുറിച്ചേട്ടോ. ഷോർട്ടിലും വീഡിയോ എടുക്കണം, ലാൻഡ്സ്കേപ്പിലും എടുക്കണം. അങ്ങനെ ഷോർട്ടിനകത്താ നോമ്പ് കുറിച്ചത് കേട്ടോ. വേണ്ട, ബാങ്കിന് 5 മിനിറ്റ് മുന്നേ വന്നത്. എവിടെ ആയിരുന്ന മാനു? എന്താ ഇത്ര താമസിച്ചത്? ഞാൻ ഇറങ്ങില്ല, പക്ഷേ ബസ് മഴ കൊണ്ട് ബസ് കിട്ടിയില്ല, ലേറ്റ് ആയി പോയി. നേരത്തെ ഇറങ്ങണമായിരുന്നു. ബസ് ടൈം 1 മണിക്ക് ബസ്. ഇവിടെ മഴയായ ഭയങ്കര ട്രാഫിക്കാ, വണ്ടി മൂവ് ആവത്തില്ല. അവിടത്തെ വെള്ളം പൊങ്ങി. നിനക്ക് ഇന്നലെ എന്തൊക്കെയായിരുന്നു ഫസല വിട്ട് സ്പെഷ്യലി? അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ട്, പിന്നെ ബ്രെഡ് പൊരിച്ചിട്ടുണ്ട്, ജ്യൂസ്. നമ്മളെന്താ ബിരിയാണി ഉണ്ടാക്കുന്ന? ബിരിയാണി വെക്കണം. നമ്മളിത്തവണ മന്തി മാത്രമേ വെച്ചോളൂ, ബിരിയാണി വെച്ചില്ല. ഇത്തവണ ബിരിയാണി ഉണ്ടാക്കില്ല. എനിക്ക് നല്ല പൊടിയാട്ടാ. ഇത് ജ്യൂസ് അടിക്കുന്നതാ. ഞങ്ങളെ ജ്യൂസ് അടിക്കാം. അങ്ങനെ ഞങ്ങള് ജോലിയെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞങ്ങൾ റൂമിൽ വന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കുവാ. അമ്മാനു, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? എന്തായിരുന്നു ഉപ്പില്ലെന്ന് പറഞ്ഞേ? ചിക്കൻ കറിക്ക് ഉപ്പില്ലെന്ന് കേട്ടോ. കാരണം നോമ്പല്ലേ, ഉപ്പ് നോക്കാൻ പറ്റൂലല്ലോ. എങ്ങോട്ട് ശരി, നല്ല ഉപ്പ് കുറവുണ്ട്. എന്നിട്ട് ഉപ്പെടുത്തേക്ക്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയല്ലേ ശരിയേ? പിന്നെ എടുത്തോപ്പോ ചുപ്പിട്ടു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയ കാണുന്നവരെ എല്ലാവരും പറ, പോകാൻ പറ. അടുത്ത വീട്ടിലേക്ക് കാണാം അല്ലേ? ശരി, അസ്സലാമു അലൈക്കും.